ഭരണത്തിൻ്റെ തണലിൽ ഒരു തോന്നിവാസവും കാണിക്കാൻ പാടില്ല എന്ന തീരുമാനമെടുത്ത പാർട്ടിയാണ് CPIM. പാർട്ടിയുടെ പ്രമേയം തന്നെ പറയുന്നത് മാതൃകാപരമായ കാര്യങ്ങൾ മാത്രമേ പാർട്ടി ചെയ്യാൻ പാടുള്ളൂ. അതിൽ നിന്നും തെറ്റായ ഒരു ലംഘനം ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടത് അംഗീകരിച്ചിട്ട് തന്നെയാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അതിൻ്റെ പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പേര് മാറ്റിയ ഒരാൾ, ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, അതാണ് അദ്ദേഹം ചെയ്ത ന്യായം. ഞാനപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയണ്ടേ? ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്ന പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധിയെ കൊലപ്പെടുത്തിയ സംഭവത്തിന് ശേഷം ഇന്ത്യ മുഴുവൻ സിഖുകാരെ കൂട്ടക്കൊല ചെയ്ത പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അന്ന് അതിൻ്റെ നേതാവായ ഒരു ക്രിമിനലിനോട് മാധ്യമങ്ങൾ ചോദിച്ചു, എന്താണ് ചോദിച്ചത്? ഇത് തെറ്റായ കാര്യമല്ലേ? നമ്മുടെ രാജ്യത്തിൻ്റെ തെരുവുകളിലിട്ട് താടിയും തലപ്പാകുള്ളവരെ പിടിച്ച് തലയിൽ മണ്ണെണ്ണ ഒഴിച്ചും കത്തിക്കുകയാണ്, പച്ചയ്ക്ക് കത്തിക്കുകയാണ് കോൺഗ്രസ്സുകാർ. ലളിത മക്കൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാർ നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുകയാണ്. ഇന്ത്യ മുഴുവൻ ഒരു മരം വീണാൽ മണ്ണ് ഇളകുമെന്നാണ് കോൺഗ്രസിൻ്റെ പരമോന്നത നേതാവെന്ന് സൂക്തമിറക്കിയത്. അങ്ങനെ 4000-ഓളം മനുഷ്യരെ കൊന്നൊടുക്കിയ ചുടുചാരമാക്കിയ ക്രിമിനലുകളുടെ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇവിടെ വഞ്ചൂര് ഞങ്ങളുടെ സമ്മേളനം നടത്തിയത് തെറ്റിപ്പോയി. അതിൽ കോടതി പറഞ്ഞ വികാരത്തോട് തന്നെ യോജിച്ചുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ തുടർന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന് ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറിയോട് വ്യക്തമാക്കി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ചങ്ക് കീറിയിട്ട് ഈ പാർട്ടി ഇല്ലാതെയാക്കണം നിങ്ങൾക്ക്. അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യപരമായി ഈ കാര്യങ്ങൾ നടക്കണമെന്ന അഭിപ്രായമുള്ളവരാ ഞങ്ങളിങ്ങനെ അധികാരത്തിൻ്റെ ഗർവമുള്ള പാർട്ടിയേ അല്ല. ദേശീയപാതയ്ക്ക് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് 6 വരി പാതയാക്കി. അതുകൊണ്ട് ഇനി റോഡെല്ലാം അടച്ചു കെട്ടിയേക്കാം. ഇല്ല, മലയോര ഹൈവേ കൊണ്ടുവരികയും തീരദേശ ഹൈവേ കൊണ്ടുവരികയും ചെയ്ത് ഉമ്മൻചാണ്ടി സർക്കാരിനേക്കാൾ കൂടുതൽ റോഡ് നിങ്ങൾ മെച്ചപ്പെടുത്തി. ഇല്ലേ, പുതിയ റോഡുകൾ ധാരാളം നിങ്ങൾ ഉണ്ടാക്കി. നാട്ടിൽ ധാരാളം നല്ല റോഡുണ്ടായി. അതുകൊണ്ട് എന്നാൽ റോഡ് കുറേ അടിച്ചുവിട്ട് സമ്മേളനം നടത്തിയേക്കാം എന്നൊരു തീരുമാനമൊന്നും ഞങ്ങളുടെ പാർട്ടിക്കില്ല. 10-200 സമ്മേളനം ഏരിയ തലത്തിൽ നടക്കേണ്ടിടത്ത് ഒരു സമ്മേളനം ഇങ്ങനെ തെറ്റായിട്ട് ചെയ്തു. അത് ആ കാര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. സ്വയം വിമർശനപരമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഞങ്ങളെ കൊല വിളിക്കണോ? ഞങ്ങളെ ഇല്ലാതെയാക്കണോ? എന്നിട്ട് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊലപാതകം നടത്തിയ ഒരു കൂട്ടർ വന്നിട്ട് പറയുന്നു ഞങ്ങൾ ക്രിമിനലുകൾ. അല്ല, ഇത് മറ്റേ കൂട്ടർ എന്താണ്? കൊല വിളിക്കുന്നതിന്റെ പ്രശ്നമല്ല. അലഹാബാദ് ഹൈക്കോടതിയിലെ ജഡ്ജി പറയുന്നത് അലഹാബാദ് ഇത് സംഭവങ്ങളെ മറുപടി പറയണല്ലോ. ഏത് പാർട്ടി നടത്തിയാലും മറുപടി പറയണ്ടേ? അത് പറഞ്ഞോളൂ. ഏത് പാർട്ടി നടത്തിയാലും ജനങ്ങളുടെ ബുദ്ധിമുട്ട് എന്നുള്ളതാണ് അതിലെ അടിസ്ഥാനപരമായ പ്രശ്നം. ഇപ്പൊ മുൻകാലങ്ങളിൽ കോടതി ആദ്യമായിട്ടൊന്നുമല്ല ഇടപെടുന്നത്. കോടതി ഇടപെട്ട് ആലുവയിലെ വിഷയം സവിശേഷമായി പരിഗണിച്ചു. ആ ഉത്തരവിനോട് എങ്ങനെയാണ് കേരളത്തിലെ രാഷ്ട്രീയ സമൂഹം പ്രതികരിച്ചത് എന്നൊരു പ്രശ്നം അവിടെയുണ്ട്. VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്തായിരുന്നു ആ ഉത്തരവ്. പറയട്ടെ, അങ്ങോട്ട് പറയാം. പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ ആ വാഹനങ്ങളുടെ വ്യൂഹം ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ആ റോഡിലുണ്ടാകുന്ന ബ്ലോക്കിനെ കണ്ടിട്ട് തുള്ളിച്ചാടുന്ന മാധ്യമപ്രവർത്തകരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വരുമ്പോൾ തുള്ളിച്ചാടുന്ന മാധ്യമപ്രവർത്തകർ, അയ്യോ ആ റോഡാകെ അടച്ചു കെട്ടി ഇങ്ങനെ വരുന്ന വരവ് കണ്ടപ്പോൾ ഇന്നാ കുറുകുഴൽ പാട്ടുകൾക്ക് ഇന്നാ നിറന്ന വരവ് കാണുക. ആരുടെ വരവാണ്? റോഡെല്ലാം അടച്ചു കെട്ടി ജോഡോ യാത്ര വരുന്ന വരവൊന്ന് കാണേണ്ടതാണ് കേട്ടോ എന്ന് പറയണ മാധ്യമങ്ങളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ സെലക്റ്റീവാണ്. ഈ അല്പത്തരം നിർത്തണം. ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു സമ്മേളനം മൂലയ്ക്ക് നടന്നു, തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ പിന്നെ അത് വെച്ച് മാർക്സിസ്റ്റ് പാർട്ടിയെ കൊല വിളിച്ച് കളയാമെന്നാണ് നിങ്ങൾ തീരുമാനം? അല്ല, മാർക്സിസ്റ്റ് പാർട്ടിയെയോ കോൺഗ്രസിനെയോ BJPയെയോ ഒന്നും കൊല വിളിക്കുന്ന വിഷയമല്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയും ആവട്ടെ, ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം അത് രാഷ്ട്രീയ കക്ഷികളാവട്ടെ, മതസംഘടനകളാകട്ടെ, സാമുദായിക സംഘടനകളാകട്ടെ തടസ്സപ്പെടുത്തുന്നു. അതിന് കൃത്യമായ ഒരു മാനദണ്ഡം വേണം. കോടതി ഇപ്പോൾ ഇടപെട്ടതുകൊണ്ടായാലും ഇനി അങ്ങോട്ടായാലും ആരും ഇത് ചെയ്യരുത് എന്നുള്ളതാണ് പോയിന്റ്. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രം കുഴപ്പമുണ്ടാക്കി എന്നുള്ളതല്ല. ജാതി മത സംഘടനകളുടെ ആവട്ടെ, സാംസ്കാരിക സംഘടനകളുടേതാവട്ടെ, ആരുടെയും ആവട്ടെ, ജനങ്ങളുടെ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. ഇവിടുത്തെ മാധ്യമങ്ങളുടെ പരിപാടി എന്താണ്? അല്ലല്ല, മാധ്യമങ്ങളുടെ പരിപാടി എന്താണ്? ഈ ചാനലുകാർ തന്നെ അവിടെ ഔട്ട് പോസ്റ്റ് ഇട്ടിട്ട് ഞങ്ങളുടെ ഈ സമ്മേളനത്തിന് സ്റ്റേജ് ഉണ്ടാക്കുന്നിടത്തെല്ലാം വലിയ ലൈവ് ചെയ്ത വീരന്മാരുണ്ടല്ലോ. ആ വീരന്മാരെല്ലാം ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ജാഥ ആ ക്ലിഫ് ഹൗസിന് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ കോലാഹലം? ആ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് അവർ നടത്തി ഒരു കുറച്ച് സമയമല്ലേ ശാൽകുമാർ, നമ്മൾ ഒരു ദിവസം മുഴുവൻ റോഡ് ബ്ലോക്ക് ചെയ്ത് ഗതാഗതം ഇല്ലാതാക്കിയതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്.
ഇപ്പോ യൂത്ത് കോൺഗ്രസിന് സമരമാവട്ടെ, ഡിവൈഎഫ്ഐ അഭിലാഷ്, സമരമാവട്ടെ, ഞാൻ അവിടെ പറയട്ടെ, പോലും അഭിലാഷ്. ഗതാഗതം തടസ്സപ്പെടാൻ പാടില്ല എന്നുള്ള ഇതേ അഭിപ്രായമാണ് എനിക്കുള്ളത്. ഹൈക്കോടതിയിലെ, പറയട്ടെ. പക്ഷെ അങ്ങനെ സമരം ചെയ്താലും അതിനൊക്കെ ഒരു സമയമുണ്ടല്ലോ. 1 മണിക്കൂറൊക്കെ അല്ലേ പരമാവധി ഒരു സമരം, ഒരു മാർച്ച്, അതിന്റെ ബുദ്ധിമുട്ട്. ഇത് അങ്ങനെയല്ല, ഒരു ദിവസം മുഴുവനാണെന്ന്. അഭിലാഷ്, ഞാനൊന്ന് പറയട്ടെ അഭിലാഷ്. ആ അഭിലാഷ്, ഞാനൊന്ന് പറയട്ടെ. ഇവിടെ CPM-ന്റെ ഒരു സമ്മേളനം അവിടെ നടന്നപ്പോഴത്തേക്കും, ഇവിടെ കൊച്ചി നടന്നപ്പോഴത്തേക്കും ഒരു ജഡ്ജി അങ്ങ് ഇളകി മറിഞ്ഞു, കൊടി മാറ്റൂ. ആരെയെ വിളിച്ചു വരുത്തിയത്? അതേ സ്ഥലത്തൂടെ ജോഡോ യാത്ര പോയപ്പോൾ അദ്ദേഹത്തിന് പുളകം. പിന്നെ നരേന്ദ്രമോദി വന്നപ്പോൾ മൊത്തം ബ്ലോക്കായപ്പോൾ അദ്ദേഹത്തിന് സർവത്ര പുളകം. സെലക്റ്റീവ് ആകരുത്. നിങ്ങൾ ചില ജാഥ കാണുമ്പോഴും ചില കൊടി കാണുമ്പോഴും ഇളകുന്ന ആളുകളോട് ഞങ്ങൾ പറയുകയാണ്, സെലക്റ്റീവ് ആകരുത്. അത് മാധ്യമങ്ങൾക്കും പാടില്ല, കോടതികൾക്കും പാടില്ല, അത് എല്ലാവർക്കും പാടില്ല. തിരുത്തേണ്ടതുണ്ട്. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾ തിരുത്താൻ തയ്യാർ. പക്ഷെ സെലക്റ്റീവ് ആകാൻ പാടില്ല. ഒരു തെറ്റായ കാര്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ തെറ്റു തന്നെ. അതോടുകൂടി CPM എന്ന് പറയുന്ന പാർട്ടി വേണ്ടാത്ത പാർട്ടിയായി, ക്രിമിനൽ പാർട്ടിയായി. 4000 ആളെ കൊന്നു തള്ളിയവർ പറയുകയാണ് ഞങ്ങൾ ക്രിമിനൽ. അതുകൊണ്ട് അലഹബാദിലെ ജഡ്ജി പറയണ അല്ല ഞങ്ങളുടെ ന്യായം. അലഹബാദിലെ ഒരു ജഡ്ജി ഉണ്ടല്ലോ, ആ ജഡ്ജി എന്താ പറയുന്നത്? ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം, ഏത് മതഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം എന്നുമാണ് നിയമം. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾ ഒരു 5 കൊല്ലം ജയിച്ചു പോയി. മാർക്സിസ്റ്റ് പാർട്ടി ജയിച്ചിട്ടുണ്ട്. LDF-ന് തൽക്കാലം ഒരു അധികാരമുണ്ട്, 18 മാസം കൂടിയേ ഉള്ളൂ. അയ്യോ, ഇതെല്ലാ കാലത്തേക്കുള്ള അധികാരമാണെന്നൊരു അഹന്തയും ഞങ്ങൾക്കില്ല. വീണ്ടും ജനങ്ങളുടെ മുന്നിൽ വന്ന് ജനങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളും നേട്ടങ്ങളും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പ്രവർത്തിക്കൂ. അങ്ങനെ പറയുമ്പോൾ ഈ സംഭവത്തിനകത്ത് ഞങ്ങളുടെ ഭാഗത്തുള്ള പിശകുകൾ സ്വയംവിമർശനപരമായി ഞങ്ങൾ പറഞ്ഞു. ശരി, ഓക്കെ. കോടതി പരാമർശം നടത്തിയത് ഞങ്ങൾ മാനിച്ചു. അതോടുകൂടി CPM തീർത്തേക്കാവെന്ന് പറഞ്ഞാൽ അങ്ങനെ തലകുനിക്കാൻ സാധ്യമല്ല. അല്ല, ഇതിപ്പോ തലകുനിക്കുന്ന പ്രശ്നവുമില്ല. CPM തീർക്കുന്ന പ്രശ്നമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ജനങ്ങൾ ബുദ്ധിമുട്ടരുത്. ഇപ്പോൾ CPM-ന്റെ വഞ്ചിയൂർ സമ്മേളനം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ 36 മണിക്കൂർ സത്യാഗ്രഹ സമരം നടക്കുന്നത്. സർക്കാരിനെതിരാണ്, ആർക്കെതിരെയും ആയിക്കോട്ടെ. പക്ഷേ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാവരുതല്ലോ സമരം നടത്തുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അതുപോലെ തിരക്കുള്ള ഒരു റോഡിലാണ് ഇന്നലെ ആ സമരം കഴിഞ്ഞ് അതിന്റെ നേതാവ് കൂടെ വന്ന് സംസാരിച്ചു. ഞങ്ങൾ ഈ സാഹചര്യത്തിലാണ് സമരം നടന്നതൊക്കെ പറഞ്ഞു. പക്ഷേ എന്തായാലും ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടാണ്.